എന്തു പറ്റി? വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ ഇപ്പോൾ കുറച്ച് കാലമായിട്ട്. വയ്യാത്ത വല്ലതും ഉണ്ടോ? ഇനി നാട്ടിലില്ലേ? അതോ ട്രാവലിംഗ് ആണോ? എന്താ പറ്റിയത് എന്നുള്ള കുറേ ആൾക്കാരുടെ, നമ്മളോട് ഇഷ്ടമുള്ള കുറേ ആൾക്കാരുടെ ചോദ്യങ്ങൾ മെസ്സേജായിട്ടും ഫേസ്ബുക്കിലായിട്ടും ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ഫോണിലൂടെയും നേരിട്ട് കാണുമ്പോഴൊക്കെ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ കാത്തിരിക്കുന്നതും ഇനി കാത്തിരുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കാണുന്നതും, കണ്ടില്ലെങ്കിൽ എവിടെ പോയി എന്ന് ചോദിക്കാനുള്ള ആ ഒരു സ്നേഹത്തിന് എല്ലാവർക്കും നന്ദി. ഇനി ചോദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കാണുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. പിന്നെ വീഡിയോ ഇടാത്തത് മനഃപൂർവ്വമല്ല, ചില കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു വീഡിയോ കുക്ക് ചെയ്യുമ്പോൾ എടുക്കണമെങ്കിൽ നമ്മൾ അതിനെ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം, അതിനുള്ള സാഹചര്യം ഒരുക്കണം. തിരക്ക് പിടിച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ക്യാമറ എടുത്ത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പണി നടക്കില്ല. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത ശേഷം പിന്നെ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കണം, പിന്നെ ഇഷ്ടമുള്ള പാട്ട് കൊടുക്കണം, പിന്നെ അത് അപ്ലോഡ് ചെയ്യണം. കുറച്ച് ടൈം എടുക്കും. ഇതൊരു എക്സ്ക്യൂസായിട്ട് പറയുന്നതല്ല, പക്ഷേ ടൈം എടുക്കും. അപ്പം ഈ ഓട്ടപ്പാച്ചലിൻ്റെ ഇടയിൽ ചില സമയത്ത് ഇതിന് പറ്റില്ല. അതുകൊണ്ടാണ് വീഡിയോ വരാഞ്ഞത്. അല്ലാതെ ഒരു അസുഖവും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല, സേഫായിട്ട് തന്നെയുണ്ട്. അപ്പം ഒന്നുകൂടി എല്ലാവർക്കും താങ്ക്സ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, ചക്കയുടെ സീസൺ ഏതായാലും കഴിയാറായി. അപ്പം ചക്ക കൊണ്ടുള്ള ഒരു അപ്പമാക്കിയില്ലെങ്കിൽ എങ്ങനെയാണ് അല്ലേ, ചക്കക്കാലം കഴിയുന്നതിന് മുമ്പേ. സോ ഞാനൊരു ചക്കയുടെ കുമ്പിളപ്പം അല്ലെങ്കിൽ ചക്കയപ്പം എന്ന് പറയുന്ന, ചക്ക അട എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. നമ്മളന്ന് പണ്ടൊരു പഴം വെച്ചിട്ടൊരു അട ഉണ്ടാക്കിയില്ലേ, അതേ മോഡലിലാണ് ആക്കുന്നത്. ഇതിൽ പക്ഷേ ഞാൻ ജീരകപ്പൊടിയോ ഏലക്കായോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് ചക്ക, പഴുത്ത ചക്ക. ഇതിൻ്റെ കളറ് കണ്ട് വിചാരിക്കേണ്ട ഇത് പഴുത്ത ചക്കയാണ്, കാരണം കളർ അത്രയില്ല, പക്ഷെ മധുരം നന്നായിട്ടുണ്ട്. അതിൽ ജാഗറിയും, ആവശ്യത്തിന് ജാഗറിയും കുറച്ച് മതിയാവും. നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ കുറച്ച് ജാഗറിയും പിന്നെ അരിപ്പൊടി, നമ്മുടെ തേങ്ങയും എല്ലാം ചേർത്ത് കുഴച്ച് ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ അടിപൊളി ഒരു ചക്കപ്പാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. പിന്നെ നാട്ടിലെന്നല്ല, മൊത്തമൊട്ട് ചൂടാണല്ലേ, സഹിക്കാൻ പറ്റാത്തൊരു ചൂടാണ്. മഴയാണെങ്കിൽ ഇടയ്ക്ക് വന്ന് മോഹിപ്പിച്ചങ്ങനെ കടന്നു പോകുന്നുണ്ട്. നോക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.